ഇന്ന് നമുക്ക് ഗുരുവായൂർ വരെ ഒന്ന് പോയി വന്നാലോ. യാത്ര തുടങ്ങി പതിവ് പോലെ തന്നെ കുറച്ചെത്തിയപ്പം ഓൺ റൂട്ടിൽ നിർത്തി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നാട്ടില് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ കോഫി ഹൗസിലൊക്കെ നിർത്തി ഒരു ചായയൊക്കെ കുടിക്കുന്ന ഒരു പതിവില്ലേ, അതുപോലെയാണ് കേട്ടോ ഇവിടെ ഓൺ റൂട്ട്. അവിടുന്ന് നേരെ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് നമ്മൾ നേരെ ശരവണ ഭവനിലേക്കാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. എന്ത് കഴിക്കണമെന്ന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരവണ ഭവൻ സ്പെഷ്യൽ താലിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സ്കൂളിന്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് മീൽസിന് 16 രൂപയാണ് കൊടുക്കേണ്ടത്. അന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നേക്കാളും ഇൻട്രസ്റ്റ് ഇതുപോലെ അവിടെ ആ ഹോട്ടലിൽ പോയിട്ട് ഈ ഒരു 16 രൂപ കൊടുത്ത് മീൽസ് കഴിക്കാനായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഉത്സവത്തിനൊക്കെ ക്യൂ നിന്ന് ഇതുപോലത്തെ വലിയ പ്ലേറ്റിൽ നമുക്ക് ചോറും സാമ്പാറും കൂട്ടുകറിയും ഒക്കെ കിട്ടൂലേ, അതിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. എന്തായാലും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ബ്രാംപ്ടണിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറിൽ കയറി നമുക്ക് ഗ്രോസറി ഒക്കെ വാങ്ങി ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ഗുരുവായൂർ വരെ ഒന്ന് പോയി വന്നാലോ. യാത്ര തുടങ്ങി പതിവ് പോലെ തന്നെ കുറച്ചെത്തിയപ്പം ഓൺ റൂട്ടിൽ നിർത്തി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നാട്ടില് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ കോഫി ഹൗസിലൊക്കെ നിർത്തി ഒരു ചായയൊക്കെ കുടിക്കുന്ന ഒരു പതിവില്ലേ, അതുപോലെയാണ് കേട്ടോ ഇവിടെ ഓൺ റൂട്ട്. അവിടുന്ന് നേരെ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് നമ്മൾ നേരെ ശരവണ ഭവനിലേക്കാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. എന്ത് കഴിക്കണമെന്ന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരവണ ഭവൻ സ്പെഷ്യൽ താലിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പണ്ട് ഞങ്ങൾ പാട്ടൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സ്കൂളിന്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് മീൽസിന് 16 രൂപയാണ് കൊടുക്കേണ്ടത്. അന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നേക്കാളും ഇൻട്രസ്റ്റ് ഇതുപോലെ അവിടെ ആ ഹോട്ടലിൽ പോയിട്ട് ഈ ഒരു 16 രൂപ കൊടുത്ത് മീൽസ് കഴിക്കാനായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഉത്സവത്തിനൊക്കെ ക്യൂ നിന്ന് ഇതുപോലത്തെ വലിയ പ്ലേറ്റിൽ നമുക്ക് ചോറും സാമ്പാറും കൂട്ടുകറിയും ഒക്കെ കിട്ടൂലേ, അതിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. എന്തായാലും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ബ്രാംപ്ടണിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റോറിൽ കയറി നമുക്ക് ഗ്രോസറി ഒക്കെ വാങ്ങി ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം.